പലിശയടച്ച് സ്വർണ്ണപ്പണയം പുതുക്കൽ ഇനി നടക്കില്ല. സ്വർണ്ണപ്പണയ വായ്പയിൽ വീണ്ടും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് റിസർവ് ബാങ്ക്. പലിശ മാത്രം അടച്ച് വായ്പ പുതുക്കുന്ന രീതി ഇനി അനുവദിക്കില്ല. ഇത്തരത്തിൽ നിരവധി മാറ്റങ്ങളാണ് റിസർവ് ബാങ്ക് കൊണ്ടുവന്നിട്ടുള്ളത്. കഴിഞ്ഞ ജൂണിൽ RBI അവതരിപ്പിച്ച കരട് നിർദ്ദേശത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിയാണ് പുതിയ മാറ്റങ്ങൾ. എന്നാൽ സ്വർണ്ണ വായ്പാ തിരിച്ചടവിൽ RBI കൊണ്ടുവന്നിട്ടുള്ള പുതിയ മാറ്റങ്ങൾ അറിയുന്നത് വില ഉയർന്നു നിൽക്കുന്ന വേളയിൽ സ്വർണം നഷ്ടമാകാതിരിക്കാൻ സഹായിക്കും. എന്നാൽ ഇത് എല്ലാ സ്വർണ്ണ വായ്പയ്ക്കും ബാധകവുമല്ല. കൃത്യമായി പലിശ അടച്ചുകൊണ്ടിരിക്കുന്നവർ ഇതിന്റെ പരിധിയിൽ വരില്ല. 3 മാസം വായ്പ അടയ്ക്കാതെ കിട്ടാക്കടമായി മാറിയിരിക്കുന്നവർക്കാണ് ഇത് ബാധകമാകുക. ഇത്തരക്കാർക്ക് ബാക്കി പലിശ അടച്ചു തീർത്ത് കിട്ടാക്കട പരിധിയിൽ നിന്ന് പുറത്തു വരാനായില്ലെങ്കിൽ ഇനി സ്വർണ്ണ വായ്പ പുതുക്കി വെക്കാനാകില്ല. വായ്പ എടുത്തവർ മുതലും പലിശയും അടക്കം മുഴുവൻ തുകയും അടച്ചു തീർത്താൽ മാത്രമേ സ്വർണ്ണ പണയം പുതുക്കി വെക്കാനാകൂ എന്നാണ് RBI നൽകിയിട്ടുള്ള നിർദ്ദേശം. അതുപോലെ കാർഷിക സ്വർണ്ണ വായ്പ പോലുള്ള സബ്സിഡി ആനുകൂല്യങ്ങളോടെ സ്വർണ്ണ വായ്പ എടുത്തിട്ടുള്ളവർ കിട്ടാക്കടമായാൽ വായ്പാ കാലാവധിക്കുള്ളിൽ തന്നെ മുഴുവൻ തുകയും അടച്ചു തീർത്താലേ പണയം പുതുക്കി വയ്ക്കാനും പലിശ ആനുകൂല്യം കിട്ടാനും സാധിക്കും. വായ്പാ കാലാവധി കഴിഞ്ഞാൽ ആനുകൂല്യം ലഭിക്കില്ല. ഇത്തരത്തിൽ സ്വർണ്ണ വായ്പ കിട്ടാക്കടമായിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് വേറെ വായ്പ നൽകേണ്ടതില്ല എന്നാണ് ബാങ്കുകളുടെ നിലപാട്.